ഹരി ഓം. കൽക്കിരിവുകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമി. വിഷ്ണുവിടെ 89ാമത്തെ പാഠമാണ്. നമ്മൾ ഇപ്പോൾ നരനും നാരായണനും ഒന്നാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ജ്ഞാനം. ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവാണ് ജ്ഞാനം. നമ്മൾ ഈശ്വരനും ഒന്നാകുന്നു. ഞാനും നാരായണൻ, നിങ്ങളും നാരായണൻ, പ്രപഞ്ചവും നാരായണൻ. എന്തുകൊണ്ടാണ് നമ്മൾ നാരായണനാണ് പ്രപഞ്ചത്തിന്റെ സുപ്രീം ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഗാ ഗോഡ്, സുപ്രീം സ്പിരിറ്റ് എന്ന് പറയുന്ന കാരണം മൂന്നാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നരൻ എന്ന വാക്കുണ്ടായിരിക്കും നാരായണനിൽ നിന്നാണ്. രണ്ടാമത്തേത് നാരദ് അഥവാ ജലത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിലെ ജലത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഒരു കോഴിക്കുഞ്ഞ് വിരിയുന്നത് മുട്ടയിലെ ജലത്തിൽ നിന്നാണ്. അതുപോലെയാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ജലത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഊർജ്ജം കേന്ദ്രീകരിച്ചിരിക്കുന്ന ജലത്തിലാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭക്തന്മാരെ രക്ഷിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അവതരിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ ഊർജ്ജമാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്, അല്ലെങ്കിൽ സകല ചരാചരങ്ങളും ഭഗവാനുണ്ട്. എല്ലാ ആറ്റത്തിലും തന്മാത്രയിലും കോശത്തിലും മണ്ണിലും വെണ്ണിലും തൂണിലും തുരുപ്പിലും ഇരിക്കുന്ന നാരായണനാണ്. ആ ഭഗവാനെ നമ്മൾ കണ്ടെത്തണം. ഭഗവാൻ ഊർജ്ജമായതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ പരിവർത്തനം സംഭവിച്ചിരിക്കുകയാണ്. 1962 ഓഗസ്റ്റ് 13 മുതൽ ഭഗവാൻ കൽക്കിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ ഉള്ള എല്ലാവരുടെ ഊർജ്ജം കൽക്കിയാണ്. ഈ കൽക്കിയെ നമ്മൾ കണ്ടെത്തണം. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. 18 വർഷം മുമ്പ് ഞാൻ ഈ കൽക്കിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ട 6 കൂട്ടം കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമർപ്പണമാണ്. ഭഗവാൻ